ഹായ് ഓൾ. നമ്മളിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നത് ഇലക്ട്രോണിക് സ്വിച്ചുകളെ പറ്റിയിട്ടാണ്. ഇലക്ട്രോണിക് സ്വിച്ചുകൾ പല ടൈപ്പ് സ്വിച്ചുകളുണ്ട്. അപ്പോൾ അത് ഓരോ നമുക്ക് ഈ വീഡിയോയിൽ ഓരോ ടൈപ്പ് സ്വിച്ചുകളായിട്ട് ഞാൻ പറഞ്ഞുതരാം. പല രീതിയിലുള്ള അതുപോലെ തന്നെ സ്വിച്ച് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, ഇലക്ട്രോണിക്കലി എങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റും, ആ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി വരും ഓരോ വീഡിയോയിലും ഓരോ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രോണിക് സ്വിച്ചുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് ഒരു സ്വിച്ചിനെ പറ്റിയുള്ളൊരു കൺസെപ്റ്റ് വേണം. എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഡിസൈൻ ചെയ്യാനും ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഡിസൈനിങ്ങും എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് സ്വിച്ച്? ഓൾറെഡി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സ്വിച്ചുകൾ സാധാരണ ഒരു ലോഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന സ്വിച്ചുകൾ എന്ന് പറയുന്നത് മെക്കാനിക്കൽ സ്വിച്ചുകളാണ്. അതായത് മാനുവലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. അപ്പോൾ മാനുവലിൽ ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഒരാൾ അവിടെ കൃത്യമായിട്ട് വേണം ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും. അപ്പോൾ ഇനി ഇലക്ട്രോണിക് സ്വിച്ചിലേക്ക് വരുമ്പോൾ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്വിച്ച് ഉണ്ട്, അതായത് റിലേസ് എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രോണിക് സ്വിച്ചുകൾ ഉണ്ട് ചില കമ്പോണൻസ്, അതായത് ലൈക്ക് ട്രാൻസിസ്റ്റർ, പിന്നെ മോസ്ഫെറ്റ്, അങ്ങനത്തെ SCR, ട്രയാക്ക്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, സ്വിച്ചായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇലക്ട്രോണിക് സ്വിച്ചായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതാണ് ഇനി വരും വീഡിയോകളിൽ ഞാൻ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് സ്വിച്ചിൻ്റെ എന്താണ് സ്വിച്ച്, ബേസിക്കലായിട്ട് സ്വിച്ച് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ സ്വിച്ച് സാധാരണ എല്ലാ സർക്യൂട്ടിലും എന്താണ്, സ്വിച്ച് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു സിമ്പിളായിട്ടുള്ള, പക്ഷേ ഈ ഒരു ഐഡിയാസ് കിട്ടിയാലേ നമുക്ക് ഡിസൈനിങ്ങിനൊക്കെ വലിയൊരു പ്രാധാന്യമുള്ള ഒരു സർക്യൂട്ടായത്. സിമ്പിൾ സർക്യൂട്ടാണ് ഞാൻ വരക്കാണ്. ആദ്യം ഞാനൊരു സാധാരണ AC സപ്ലൈ, ഒരു 230 വോൾട്ട് 50 ഹെർട്സിൻ്റെ ഒരു AC സപ്ലൈ. അതിൽ എനിക്ക് എന്ത് ചെയ്യണം, ഒരു ബൾബ് കണക്ട് ചെയ്യണം. ബൾബ് വരച്ചു. ഈ ബൾബ് എന്ത് ചെയ്യണം, ഈ 230 AC കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് ഒരു ന്യൂട്രൽ, ഇത് ഫേസാന്ന് വിചാരിക്കുക. സാധാരണ ഫേസിലാണ് നമ്മൾ എന്ത് ചെയ്യല്, സ്വിച്ച് കണക്ട് ചെയ്യാറ്. അപ്പോൾ ന്യൂട്രൽ നേരെ എന്ത് ചെയ്യും, ബൾബിൽ കണക്ട് ചെയ്തു. ഫേസ് എന്ത് ചെയ്യും, നമ്മൾ ഒരു സ്വിച്ച് വഴി കണക്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഫേസ് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ ഈ ബൾബ് എപ്പോഴും ഓണായി കിടക്കും. നമുക്കത് കൺട്രോൾ ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്യണം, ഓൺ ചെയ്യണം, ഓഫ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഫേസിൻ്റെ അകത്ത് ഈ പോകുന്ന ലൈനിൽ ഒരു സ്വിച്ച് കണക്ട് ചെയ്യും. ഒരു സ്വിച്ച് കണക്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ബൾബ്, ഇതൊരു ബൾബാണ്. ബൾബിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. 230 വോൾട്ട്, ഒന്നെങ്കിൽ 60 വാട്ട്സോ അല്ലെങ്കിൽ 100 വാട്ട്സോ. ഞാനിത് 100 വാട്ട്സ് എന്നിട്ട് എടുക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു സ്പെസിഫിക്കേഷൻ്റെ മീനിങ് എന്താണ്, ഇതിൽ 230 വോൾട്ടും അതേപോലെ തന്നെ ഈ 100 വാട്ട്സിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അത് നമുക്ക് ചെയ്താൽ കിട്ടും. അതായത് 100/230 ചെയ്തതിനാൽ അതിൻ്റെ കറണ്ട് കിട്ടും, എത്രയാ കറണ്ട് വലിക്കുക എന്നുള്ളത്. ആ കറണ്ട്, അത്രയും കറണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്ലൈ ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ 100 വാട്ട്സിൽ ഇത് ഗ്ലോ ചെയ്യും. അതായത് അതിന് എത്രയാണോ മാക്സിമം ഗ്ലോ ചെയ്യാൻ പറ്റുന്നത് അത് ഗ്ലോ ചെയ്യും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മീനിങ്. 230 വോൾട്ടും 100 വാട്ട്സും കിട്ടുകയാണെങ്കിൽ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 230 വോൾട്ടും എത്ര വേണമെങ്കിലും കറണ്ട് കിട്ടുന്ന ഒരു സപ്ലൈയാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു 230 വോൾട്ട് 50 ഹെർട്സ് ആണെങ്കിൽ നമ്മൾ KCB കണക്ഷനാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ എത്ര വേണമെങ്കിലും കറണ്ട് എടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ എന്താണ്, ഇവിടെ 230 വോൾട്ട് 100 വാട്ട്സ് ഇത് എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ബൾബ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ ഇത് ഈ 230 വോൾട്ട് ഇവിടെ കിട്ടുകയാണെങ്കിൽ ഇത് 100 വാട്ട്സിലുള്ള ബ്രൈറ്റ്നസ്സിൽ വർക്ക് ചെയ്യും. ഓക്കെ. ഇനി നമ്മൾ സ്വിച്ചിൻ്റെ കണക്ഷൻ നോക്കുക. ഇപ്പോൾ സ്വിച്ച് ഇത് ഓൾറെഡി അറിയില്ലായിരിക്കും, എന്നാലും ജസ്റ്റ് പറയാം. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതിൽ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എന്താ ഈ 230 വോൾട്ട് ഈ ഒരു ബൾബ് ഇങ്ങനെ കണക്ട് ചെയ്ത പോലെ ആയിരിക്കും സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ. ഇവിടെ സ്വിച്ച് ഉണ്ട്, ഓൺ ചെയ്തതിനാൽ 230 വോൾട്ട് 100 വാട്ട്സ് ഇത് ഓൺ ചെയ്ത കണക്കായിരിക്കും ഉണ്ടാവുക. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഫേസ് ലൈന് കിട്ടൂല,
ഒരൊറ്റ ലൈന് കിട്ടിയോണ്ട് കാര്യമില്ല. ഇനി പറയാൻ പോകുന്നതാണ് ശരിയായ പോയിന്റ്. നമ്മൾ ഇവിടെ 230 വോൾട്ട് കൊടുത്തിട്ടുണ്ട്, ഇവിടെ 230 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്ര വേണം? 230 വോൾട്ട് കിട്ടണം. സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ന്യൂട്രൽ പോയിന്റ് നമ്മൾ ഇവിടെ ലോഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ന്യൂട്രൽ പോയിന്റ് ലോഡിൽ കൂടി എന്ത് ചെയ്യും? ഇവിടം വരെ എത്തും. ഇത് ഫേസ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടം വരെ എത്തും ഫേസ്. അതായത് സ്വിച്ച് ഓഫ് സമയത്ത് എന്തായിരിക്കും? എസ്സിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇതിന് അക്രോസ് ആയിട്ടായിരിക്കും എന്തുണ്ടാകുക? ഈ കൊടുക്കുന്ന ടോട്ടൽ വോൾട്ടേജ്, അതായത് 230 വോൾട്ട് എവിടെ ഉണ്ടാവും? ഇവിടെ ഈ സ്വിച്ചിന് അക്രോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഓഫ് സ്റ്റേറ്റിൽ ആ സ്വിച്ചിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ടിൽ എത്രയാണോ വോൾട്ടേജ് കൊടുക്കുന്നത് അത് മുഴുവൻ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു സ്റ്റേറ്റ് നോക്കാം. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ കാണിച്ചു തരാം. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ 230 വോൾട്ട് നേരെ എന്ത് ചെയ്യും? ഈ ലോഡിലേക്ക് എത്തും. 230 വോൾട്ട്. അപ്പോൾ ഈ സ്വിച്ചിന് അക്രോസ് ആയിട്ട് എന്താണ്? ഇവിടെയും 230 ആണ്, ഇവിടെയും 230 ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 0 വോൾട്ടാണ്. അതായത് സ്വിച്ചിന് അക്രോസ് ആയിട്ട് എത്രയാണ് ഉണ്ടാകുക? 0 വോൾട്ട്. ഈ ഒരു കൺസെപ്റ്റ് ശരിക്കും നമ്മൾ തറവായിരിക്കണം, നമുക്കൊരു ഇതിൽ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇങ്ങനെയാണ് ഇതിൻ്റെ, അതായത് ഓഫ് സ്റ്റേറ്റിൽ എന്താ ഈ സ്വിച്ചിന് അക്രോസ് ആയിട്ടുള്ള സ്വിച്ച് അക്രോസ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓഫ് സ്റ്റേറ്റിൽ ഫുൾ വോൾട്ടേജ് ഉണ്ടാവും. അതായത് നമ്മൾ ഇതിൽ നോക്കുമ്പോൾ 230 വോൾട്ട് ഉണ്ടാവും. ഇനി ഓൺ സ്റ്റേറ്റിൽ എന്തായിരിക്കും? സ്വിച്ചിന് അക്രോസ് ആയിട്ട് എന്തായിരിക്കും? 0 വോൾട്ടേജ്. ഇനി കറണ്ടിൻ്റെ സംബന്ധിച്ച് നോക്കാം. കറണ്ട് ഇതിപ്പോൾ ആദ്യം നോക്കിയത് നമ്മൾ വോൾട്ടേജാണ് നോക്കിയത്, വോൾട്ടേജിൻ്റെ ഒരു അവസ്ഥ. ഇനി കറണ്ട് ഓൾറെഡി അറിയും, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. സ്വിച്ച് ഓഫ് സമയത്ത് കറണ്ട് ഉണ്ടാവില്ല, ഓൺ സമയത്തോ മാക്സിമം കറണ്ട് ഉണ്ടാവും. മനസ്സിലായില്ലേ? അതായത് ഓഫ് സമയത്ത് കറണ്ട് 0, ഓൺ സമയത്ത് കറണ്ട് മാക്സിമം. അപ്പോൾ നമ്മളൊരു സ്വിച്ച് സെലക്ട് ചെയ്യുമ്പോൾ എത്രയാണോ ഇതിലെ കറണ്ട് വരുന്നത് ആ കറണ്ട് റേറ്റിംഗ് താങ്ങാൻ പറ്റുന്ന ഒരു സ്വിച്ച് ആയിരിക്കും ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഇവിടെ 100 വാട്ട്സ് 230 വോൾട്ടാണ്. ഇതിൻ്റെ കറണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇത് കിട്ടുക ഏകദേശം ഒരു 0.44 ആംപിയറാണ് കിട്ടുക. അപ്പോൾ ഈ 0.44 ആംപിയർ എന്ത് ചെയ്യും? ഇത് ഓൺ ചെയ്തതിനാൽ ഇതിലെ പാസ് ചെയ്യും, 0.44 ആംപിയർ പോകും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഈ 0.44 ആംപിയർ താങ്ങാൻ പറ്റുന്ന, അതായത് അതിൽ കുറച്ച് കൂടുതലുള്ള കറണ്ട് റേറ്റിംഗ് ഉള്ള എന്ത് വേണം? ഒരു സ്വിച്ച് ആയിരിക്കണം ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ മിനിമം എന്തായിരിക്കണം? മിനിമം ഒരു 0.5 ആംപിയർ താങ്ങണം. പക്ഷെ നമ്മൾ അതിലെ ഷാർപ്പായിട്ട് അതിൽ വെക്കില്ല. എന്ത് ചെയ്യും? ഒരു ഡബിളോ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ നമ്മൾ ഡബിൾ കറണ്ട് താങ്ങാനുള്ള ഒരു സ്വിച്ചാണ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്വിച്ചിൻ്റെ ഏകദേശം മനസ്സിലായി. ഇനി നമ്മൾ ഈ സ്വിച്ചിൻ്റെ രണ്ട് സ്പെസിഫിക്കേഷനുള്ള, ഒന്ന് കറണ്ട് റേറ്റിംഗും ഒന്ന് വോൾട്ടേജ് റേറ്റിംഗും. അപ്പോൾ എന്തിനാണ് വോൾട്ടേജ് റേറ്റിംഗ് എന്ന് മനസ്സിലായല്ലോ. അതായത് സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? കംപ്ലീറ്റ് വോൾട്ടേജ് എവിടെ ഉണ്ടാവുക? സ്വിച്ചിന് അക്രോസ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ വോൾട്ടേജും കൂടി വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ച് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓഫ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ഫുൾ വോൾട്ടേജ്, എത്രയാണോ ഇൻപുട്ട് കൊടുക്കുന്ന വോൾട്ടേജ് അതവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അതിന് വോൾട്ടേജ് റേറ്റിംഗ് കൂടി സ്വിച്ചിനകത്ത് വരുന്നത്. ഓക്കെ, ഇതാണ് ബേസിക്കലായിട്ടുള്ള ഒരു സ്വിച്ചിൻ്റെ കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇനി വരുന്ന ഇപ്പോൾ ട്രാൻസിസ്റ്റർ സ്വിച്ച് ആയാലും മറ്റുള്ള സ്വിച്ച് ആയാലും പറയുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയുള്ളത് നമുക്ക് അടുത്ത ഇലക്ട്രോണിക് സ്വിച്ചിലേക്ക്, അതേപോലെ തന്നെ ഇലക്ട്രോ മെക്കാനിക്കൽ സ്വിച്ചിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, താങ്ക് യു.